നമസ്കാരം, വാർത്താ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഞാൻ അഭിഷ. CSE ദക്ഷിണ കേരള മഹായിടവകയിലെ വിവിധ സഭകളിലായി SSLC +2 പരീക്ഷയിൽ വിജയിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും ദക്ഷിണ കേരള മഹായിടവകയുടെയും കമ്മ്യൂണിക്കേഷൻ ബോർഡിന്റെയും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. CSE ദക്ഷിണ കേരള മഹായിടവക VBS മിനിസ്ട്രിയുടെ മിഷൻ VBS ഹിന്ദി റീജിയണൽ ലീഡേഴ്സ് ട്രെയിനിംഗ് ക്യാമ്പ് 2026 മെയ് 21, 22, 23 തീയതികളിൽ തിരുവനന്തപുരം LMS കോമ്പൗണ്ടിലെ പോളിയോ ഹോമിൽ വെച്ച് നടന്നു. അഭിവന്ദ്യ ബിഷപ്പ് റൈറ്റ് റവറന്റ് ഡോക്ടർ പ്രിൻസ്റ്റൺ ബെൻ തിരുമേനി ക്യാമ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. VBS മിനിസ്ട്രി ഡയറക്ടർ റവറന്റ് സുനിൽ സായ്, കോർഡിനേറ്റർ റവറന്റ് വൈ ജോൺ വില്യം, ഹിന്ദി റീജിയണൽ ഡയറക്ടർ റവറന്റ് ജോസഫ് ഇസ്രായേൽ, രാജസ്ഥാൻ മിഷണറി റവറന്റ് ജോൺ പി മാത്യു, VBS മിനിസ്ട്രി സെക്രട്ടറി ഷിബു ജസ്റ്റിസ് കാട്ടാക്കട, മഹായിടവക ചിൽഡ്രൻസ് മിനിസ്ട്രി ഡയറക്ടർ റവറന്റ് സതീഷ് ലാൽ, നെയ്യാറ്റിങ്കര ഏരിയ യൂത്ത് കോർഡിനേറ്റർ റവറന്റ് അബി ചാൾസ് തുടങ്ങിയവരും ഉദ്ഘാടന വേളയിൽ പങ്കെടുത്തു. തുടർന്ന് 3 ദിവസങ്ങളിലായി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് 75-ലധികം മിഷണറിമാർ ലീഡേഴ്സ് ട്രെയിനിംഗ് ക്യാമ്പിൽ പങ്കെടുത്തു. സമാപന ദിവസമായ മെയ് 22-ാം തീയതി സമർപ്പണത്തിന്റെയും തിരുവത്താഴ ശുശ്രൂഷയുടെയും കാർമ്മികത്വം പാസ്റ്റൽ ബോർഡ് സെക്രട്ടറി റവറന്റ് ഡോക്ടർ ജയരാജ് നിർവഹിച്ചു. മിഷൻ പീഡിലേക്കുള്ള മെറ്റീരിയൽസിന്റെ പ്രകാശനം മഹായിടവക ട്രഷറർ റവറന്റ് ഡോക്ടർ ക്രിസ്റ്റൽ ജയരാജ് നിർവഹിച്ചു. ദക്ഷിണ കേരള മഹായിടവക LMS സ്കൂൾ മാനേജ്മെന്റ് നൽകുന്ന ബാഗ്, നോട്ട്ബുക്ക്, വാട്ടർ ബോട്ടിൽ, ടിഫിൻ ബോക്സ് എന്നിവയുടെ വിതരണം 2026 മെയ് 22 രാവിലെ 9 മണി മുതൽ 1 മണി വരെ LMS അമരവിള സ്കൂളിൽ വെച്ച് നടന്നു. ദക്ഷിണ കേരള മഹായിടവക ബിഷപ്പ് റൈറ്റ് റവറന്റ് ഡോക്ടർ പ്രിൻസ്റ്റൺ ബെൻ തിരുമേനി, മഹായിടവക സെക്രട്ടറി ഡോക്ടർ TT പ്രവീൺ, ട്രഷറർ റവറന്റ് ഡോക്ടർ ക്രിസ്റ്റൽ ജയരാജ്, എഡ്യൂക്കേഷൻ ബോർഡ് സെക്രട്ടറി എഞ്ചിനീയർ സത്യരാജ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികൾക്കായുള്ള പഠന ഉപകരണങ്ങൾ വിതരണം ചെയ്തത്. LMSന് കീഴിലെ 43 സ്കൂളുകളിൽ 2026-2027 അധ്യയന വർഷത്തിൽ പുതുതായി അഡ്മിഷൻ നേടിയ 1500 കുട്ടികൾക്കാണ് സ്കൂൾ തുടങ്ങുന്നതിന് മുന്നോടിയായി തന്നെ പഠന ഉപകരണങ്ങൾ വിതരണം ചെയ്തത്. തുടർന്ന് LP UP HS പുതിയ അധ്യയന വർഷത്തേക്കുള്ള വൈറ്റ് ബോർഡ് വിതരണം, ബെഞ്ചും ഡെസ്കും വിതരണം അടുത്ത ആഴ്ച ഉണ്ടായിരിക്കും. ദക്ഷിണ കേരള മഹായിടവകയ്ക്ക് കീഴിലുള്ള മോഡറേറ്റഡ് ഗ്ലാഡ്സൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലീഗൽ സ്റ്റഡീസിൽ 9th സെം BA LLBയിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ ഫാത്തിമ, 2ാം റാങ്ക് കരസ്ഥമാക്കിയ അലീന ജോസഫ് എന്നിവർക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അതോടൊപ്പം LLM ക്രിമിനൽ ലോ, ക്രിമിനോളജി ആൻഡ് പീനോളജി 2ാം സെമസ്റ്റർ പരീക്ഷയിൽ യൂണിവേഴ്സിറ്റി 1ാം റാങ്ക് കരസ്ഥമാക്കിയ അഡ്വക്കേറ്റ് വിഷ്ണു ദേവ് SA, കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ 1ാം സെമസ്റ്റർ പരീക്ഷയിൽ യൂണിവേഴ്സിറ്റിയിൽ 2ാം റാങ്ക് കരസ്ഥമാക്കിയ അഡ്വക്കേറ്റ് സ്റ്റീന M തുടങ്ങിയവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. CSE പ്രൈവറ്റ് IT മൈലം 2026 അധ്യയന വർഷത്തേക്കുള്ള പ്രവേശനത്തിന് അപേക്ഷകൾ ക്ഷണിച്ചു. NCVT അംഗീകൃത കോഴ്സുകളിലാണ് പ്രവേശനം നൽകുന്നത്. ഇലക്ട്രീഷ്യൻ, പ്ലംബർ എന്നീ ട്രേഡുകളിലേക്കാണ് പ്രവേശനം. കഴിഞ്ഞ വർഷവും വിദ്യാർത്ഥികൾക്ക് 100% വിജയം കൈവരിക്കാൻ സാധിച്ചു. അതോടൊപ്പം ഈ സ്ഥാപനത്തിൽ നിന്ന് പഠനം പൂർത്തിയാക്കുന്ന ട്രെയിനീസിന് 100% പ്ലേസ്മെന്റും നൽകുന്നു. കൂടാതെ മികച്ച പരിശീലന സൗകര്യങ്ങളും SC/ST ട്രെയിനീസിന് സ്കോളർഷിപ്പ്, ക്രിസ്ത്യൻ മുസ്ലിം ട്രെയിനീസിന് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ്, ബസ് കൺസെഷൻ ടിക്കറ്റ്, ട്രെയിൻ കൺസെഷൻ ടിക്കറ്റ്, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ആനുകൂല്യങ്ങളും ലഭ്യമാക്കുന്നു. SSLC യോഗ്യതയുള്ളവർക്കും അതിലുപരി പഠിച്ചവർക്കും അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി 0472 29 98 32 1 എന്ന നമ്പറിലോ 94 46 31 61 04 എന്ന നമ്പറിലോ ബന്ധപ്പെടുക. മുളയറ ബിഷപ്പ് യേശുദാസൻ CSE ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചു. ദക്ഷിണ കേരള മഹായിടവകയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് എയ്ഡഡ് കോളേജാണ് മുളയറ ബിഷപ്പ് യേശുദാസൻ CSE ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. മികച്ച പഠന രീതിയിലും അനുകൂലമായ പഠനാന്തരീക്ഷവും ഉള്ള ഈ കോളേജിൽ 4 വർഷ ബിരുദ പ്രോഗ്രാമുകളായി BCom വിത്ത് ടാക്സേഷൻ, BA എക്കണോമിക്സ്, BA ഇംഗ്ലീഷ് എന്നീ 3 കോഴ്സുകളാണ് നിലവിലുള്ളത്. അതോടൊപ്പം ജർമ്മൻ, സൈക്കോളജി, സ്റ്റാറ്റിസ്റ്റിക്സ്, മാത്തമാറ്റിക്സ്, ഹിന്ദി, മലയാളം തുടങ്ങിയ വിഷയങ്ങൾ വിദ്യാർത്ഥികൾക്ക് അവരവരുടെ ഇഷ്ടാനുസരണം തിരഞ്ഞെടുത്ത് പഠിക്കാനുള്ള അവസരം ലഭ്യമാണ്. ഇതൊരു ഗവൺമെന്റ് എയ്ഡഡ് കോളേജ് ആയതിനാൽ സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള വളരെ കുറഞ്ഞ ഫീസ് മാത്രമാണ് ഈടാക്കുന്നത്. ഈ കോളേജിൽ അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ കേരള യൂണിവേഴ്സിറ്റിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് മുഖേന മെറിറ്റ് രീതിയിലും കമ്മ്യൂണിറ്റി മെറിറ്റ് കോട്ടയിലും അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. മാനേജ്മെന്റ് കോട്ടയിൽ അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ LMS കോമ്പൗണ്ടിലുള്ള മഹായിടവക ഓഫീസിലോ കോളേജ് ഓഫീസിലോ ബന്ധപ്പെടുക. CSE ദക്ഷിണ കേരള മഹായിടവക സൺഡേ സ്കൂൾ സന്ദർശനത്തിന്റെ ഭാഗമായി 2026 മെയ് മാസം 31-ാം തീയതി ഞായറാഴ്ച ഡിസ്ട്രിക്ട് സൺഡേ സ്കൂൾ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓരോ പള്ളിയിലും ഓരോ പ്രതിനിധികളെ അയക്കേണ്ടതാണ്.
സഭാ ആരാധനയിൽ ക്രിസ്തീയ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം, സൺഡേ സ്കൂളിന്റെ പ്രാധാന്യം, വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകത ഇവയെക്കുറിച്ച് പറയുകയും ദൈവവചനം സംസാരിക്കുകയും വേണം. വചനം പഠിക്കുന്നതിനുള്ള താല്പര്യം വർദ്ധിപ്പിക്കുന്നതിനും സൺഡേ സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുമാണ് ഈ സന്ദർശനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിസ്ട്രിക്ട് സൺഡേ സ്കൂൾ സെക്രട്ടറിമാർ ഓരോ സഭയിലും പോകുന്ന പ്രതിനിധികൾക്ക് വേണ്ടുന്ന ക്രമീകരണങ്ങൾ നടത്തേണ്ടതാണ്. ദക്ഷിണ കേരള മഹായിടവക യുവജന പ്രവർത്തന സമിതിയുടെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര രക്തദാന ദിനവുമായി ബന്ധപ്പെട്ട് 2026 ജൂൺ 14 രാവിലെ 11 മണി മുതൽ രക്തദാന ക്യാമ്പും ബോധവൽക്കരണ സെമിനാറും രക്തായനം ജീവന്റെ പ്രയാണം നമ്മിലൂടെ എന്ന പേരിൽ LMS കോമ്പൗണ്ടിൽ വെച്ച് നടത്തപ്പെടുന്നു. രക്തദാനത്തിന്റെയും അവയവദാനത്തിന്റെയും പ്രാധാന്യവും ആവശ്യകതയും വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ അനുഭവം കൊണ്ടും പ്രവർത്തനം കൊണ്ടും രക്തദാന രംഗത്തും അവയവദാന രംഗത്തും നമ്മുടെ തലമുറയെ മാതൃകയുള്ളതാക്കുന്നതിന് ഈ സെമിനാറിലൂടെ സഹായകമാകും. ദക്ഷിണ കേരള മഹായിടവകയിലെ എല്ലാ വിശ്വാസികളെയും യുവതി യുവാക്കളെയും രക്തായനം 2026 ക്ഷണിക്കുന്നു. ക്യാമ്പിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ നൽകിയിട്ടുള്ള ഫോമിൽ പേര് വിവരങ്ങൾ പൂരിപ്പിച്ച് മഹായിടവക യുവജന പ്രവർത്തന സമിതി ഓഫീസിൽ മെയ് 30 വൈകുന്നേരം 3 മണിക്ക് മുൻപായി എത്തിക്കേണ്ടതാണ്. മംഗല്യ 2026 വിവാഹ സഹായ പദ്ധതിക്കായി അപേക്ഷ ക്ഷണിക്കുന്നു. ദക്ഷിണ കേരള മഹായിടവക ശ്രീജന സഖ്യം സംഘടിപ്പിക്കുന്ന മംഗല്യ 2026 പദ്ധതിയുടെ ഭാഗമായി വിവാഹിതരാകാൻ താല്പര്യമുള്ള യുവതികളിൽ നിന്ന് അപേക്ഷ ക്ഷണിക്കുന്നു. മാതാപിതാക്കൾ ഇല്ലാത്തവർ, രോഗികളായ മാതാപിതാക്കളുള്ളവർ, ഉപേക്ഷിക്കപ്പെട്ടവർ എന്നിവർക്ക് മുൻഗണന ലഭിക്കും. ലഭിക്കുന്ന അപേക്ഷയിൽ നിന്ന് 25 ദമ്പതികളെ തിരഞ്ഞെടുക്കും. മംഗല്യ 2026 പദ്ധതിയുടെ പ്രവർത്തനങ്ങൾക്കായി എല്ലാവരും സഹകരിക്കണമെന്നും പെൺമക്കളുടെ വിവാഹ സ്വപ്നം സഫലമാകുന്നതിനായി കുടുംബ രൂപീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുകയും ചെയ്യുക. പദ്ധതിയുടെ ഭാഗമായി ജൂലൈ 19 മംഗല്യ ഞായറായി ആചരിക്കുകയും ബോക്സ് കളക്ഷൻ, മേശമേൽ കാണിക്ക, രസീത് കളക്ഷൻ തുടങ്ങിയ പ്രവർത്തനങ്ങൾ ക്രമപ്രകാരം നടത്തും. ഇതുവരെ മംഗല്യ പദ്ധതിയിലൂടെ രൂപീകൃതമായത് 101 കുടുംബങ്ങളാണ്. തുടർന്ന് ദക്ഷിണ കേരള മഹായിടവകയിലെ വിവിധ ബോർഡുകളിൽ നിന്നുള്ള അറിയിപ്പിലേക്ക്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ക്രിസ്തുവിൽ പ്രിയരെ, സ്നേഹിതന്മാർക്കു വേണ്ടി തൻ്റെ ജീവൻ നൽകുന്നതിലും വലിയ സ്നേഹം മറ്റൊന്നില്ല എന്ന് പഠിപ്പിച്ച ക്രിസ്തുനാഥൻ്റെ ശിഷ്യരാണ് നാം ഓരോരുത്തരും. ജൂൺ 14 അന്താരാഷ്ട്ര രക്തദാന ദിനമായി നാം ആചരിക്കുന്ന ഒരു ദിനമാണല്ലോ. നമ്മുടെ സ്നേഹിതരുടെയും അപരിചിതരുടെയും ജീവൻ നിലനിർത്തുവാൻ, അവരുടെ ജീവിതത്തിനൊരു കൈത്താങ്ങാകുവാൻ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരവസരം കൂടെയാണത്. ഈ അന്താരാഷ്ട്ര രക്തദാന ദിനത്തിൽ ദക്ഷിണ കേരള മഹായിടവകയുടെ യുവജന പ്രവർത്തന സമിതിയുടെ നേതൃത്വത്തിൽ ഒരു മെഗാ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് പാളയം LMS കോമ്പൗണ്ടിൽ വെച്ച് രാവിലെ 11 മണി മുതൽ നടക്കുകയാണ്. ഈ ക്യാമ്പിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇതിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഈ മാസം 30-ാം തീയതിക്ക് മുൻപായി തന്നെ നിങ്ങളുടെ പേരുകൾ യുവജന പ്രവർത്തന സമിതി ബോർഡിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ക്രിസ്തു ദൗത്യ പൂർത്തീകരണത്തിന്റെ ഈ ഉദ്യമത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. വാർത്തകൾ അവസാനിക്കുന്നില്ല, തുടരും.